പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തൃശൂർ ജില്ലയിലെ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നമ്മളോടൊപ്പമുള്ളത്. ശ്രീ ജോജോ, സ്വാഗതം. സമ്പൂർണ്ണ വയോജന ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന നേട്ടം കൈവരിച്ച അഭിമാന നിമിഷത്തിലാണ് ഈ ആളൂർ പഞ്ചായത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ 200 ഏക്കർ ഭൂമി കൃഷിയോഗ്യമാക്കി എന്നിങ്ങനെ നീളുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെയും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള ഈ ഒരു ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വിലയിരുത്താനാവുക? കഴിഞ്ഞ 4 വർഷക്കാലം ഏറ്റവും സന്തോഷത്തോടുകൂടി ജനകീയ സഹകരണത്തോടുകൂടി ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരാനും നടപ്പാക്കാനും കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭിന്നശേഷി വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ ദേശീയ വാർത്തയായിട്ട് മാറാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവെക്കുകയാണ്. പഞ്ചായത്ത് ഭരണം വന്ന സമയത്ത് കോവിഡ് കാലഘട്ടമായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഒരു ഡിവൈസ് വേണം പഠിക്കാൻ. കേരളത്തിൽ ഒരു പക്ഷേ 205 സ്മാർട്ട് ഫോൺ കൊടുത്ത അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുകയാണ്. കാർഷിക മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തരിച്ചു കിടന്ന ഭൂമികളെല്ലാം ആ തരിച്ചു മാറ്റി നെൽകൃഷി യോഗ്യമാക്കി മാറ്റാൻ വളരെ ശ്രമകരമായിട്ട് പ്രവർത്തനം നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഏകദേശം 250 ഏക്കറിലധികം ഭൂമികൾ കൃഷി യോഗ്യമാക്കി മാറ്റി നെൽകൃഷി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 23 വർഷം തരിച്ചു കിടന്നിട്ടുള്ള ചെമ്മിഞ്ചാൽ, കൊച്ചിപ്പാടം, അതുപോലെ തന്നെ കാരക്കാട്ടുചിറ പാടം, കണ്ണമ്പുഴ പാടം, ഇതെല്ലാം കൃഷിയോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ജലസേചനത്തിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 2 കോടി രൂപയ്ക്ക് അകത്ത് വരുന്ന സംഖ്യ കാർഷിക മേഖലയിൽ ജലസേചനത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. തൊഴിൽ സഭ കേരളത്തിൽ ആദ്യമായി ജില്ലാ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിലാണ് തൊഴിൽ സഭ ആദ്യം സംഘടിപ്പിച്ചത്. 250ഓളം തൊഴിൽ സംരംഭങ്ങൾ ഈ 4 വർഷത്തിനുള്ളിൽ ആളൂർ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നേടിയിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിലും ഈ ഒരു പഞ്ചായത്തിന് ഏറെ പ്രശസ്തി നേടിയിട്ടുണ്ടല്ലേ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോ അത് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി അർഹതപ്പെട്ട വ്യക്തികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സർവേ നടത്തി 14 കുടുംബങ്ങൾ മാത്രമാണ് ആളൂർ പഞ്ചായത്തിൽ അതിദരിദ്ര കുടുംബം ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ 14 കുടുംബത്തെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനകീയ സഹകരണത്തോടുകൂടി വീടില്ലാത്തവന് വീട്, വീട് വെക്കാൻ ഭൂമിയില്ലാത്ത ആൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ, ആധാർ, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഈ നിമിഷം പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ മാലിന്യമുക്ത സംസ്ഥാനമായി മാറുന്ന കേരളത്തിനകത്ത് ഒരു പടി മുൻപേ ആളൂർ പഞ്ചായത്തിലെ ഒരു MCF എന്ന് തുടങ്ങിയത് 23 വാർഡിലും MCF സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മാറാൻ ആളൂർ പഞ്ചായത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. 23 വാർഡുകളുണ്ട്. ആ 23 വാർഡുകളിലും MCF എത്തിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിൽ തന്നെയാണ്. ഇങ്ങനെ മാലിന്യ നിർമ്മാർജ്ജനം വലിയൊരു എല്ലാവരുടെയും ഒരു ഭാഗമാകാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കൃഷിക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് ആളൂരിനെ കാണുന്നത്, ആളൂർ ഗ്രാമപഞ്ചായത്തിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മൃഗസംരക്ഷണവും അതോടൊപ്പം തന്നെ വെറ്ററിനറി ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ആളൂർ പഞ്ചായത്തിന് മാത്രമായിരിക്കും
ഒരു വെറ്റിനറി ആശുപത്രിയിൽ ഒരു ലാബ് തുടങ്ങാൻ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. വലിയൊരു പഞ്ചായത്ത്, ധാരാളം വീടുകളിൽ ഒട്ടേറെ മൃഗങ്ങളുള്ള അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ലാബ് സംവിധാനം ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ കൃഷിക്കാർക്ക്. ഈ മൃഗസംരക്ഷണ മേഖലയിൽ അവരുടെയൊക്കെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം കൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ സ്വന്തം ഒരുപാട് അംഗനവാടികളുണ്ട് ഈ പഞ്ചായത്തിൽ. ആ അംഗനവാടികളെല്ലാം സ്മാർട്ട് അംഗനവാടികളാണ്. സ്വന്തം കെട്ടിടം ഉണ്ട് എന്നുള്ളതും മറ്റൊരു അഭിമാനപ്പെട്ട ഒരു നിമിഷം തന്നെ കാണുന്നല്ലേ. 41 അംഗനവാടികൾ ആളൂർ ഗ്രാമപഞ്ചായത്തിലുണ്ട്. 41-ൽ 31 അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടിയാക്കി മാറ്റാൻ കഴിഞ്ഞു. ഈ വർഷം കൊണ്ട് എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കി മാറ്റാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ ശേഷിക്കുന്ന ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ എല്ലാ അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റും എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നടപ്പാക്കും. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതുപോലെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ഫണ്ട് വഴിയാണെങ്കിലും ശരി, ഏതെങ്കിലും തരത്തിലുള്ള മുടക്ക് ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി ഇതുവരെ നേരിട്ടിട്ടുണ്ടോ? വെല്ലുവിളി വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനോഭാവത്തിൽ കുറെ കൂടി മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കാരണം മാംസം കഴിക്കണം, അപ്പോ ഒരു അറവുശാല എൻ്റെ വീടിന്റെ അടുത്ത് പാടില്ല. പാല് എല്ലാവർക്കും വേണം, പക്ഷെ പശു ഫാം എൻ്റെ വീടിന്റെ അടുത്ത് പാടില്ല. അതുപോലെ തന്നെ ഒരു ക്രിമിറ്റോറിയം എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ എൻ്റെ നാട്ടിൽ പറ്റില്ല. ഒരു MCF വേണം, അത് എൻ്റെ നാട്ടിൽ പറ്റില്ല. ഈ ഒരു മലയാളികളുടെ, പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്കുള്ള ഒരു ചെറിയ ഒരു മാറ്റം, മനോഭാവത്തിൽ മാറ്റം വരണം എന്നുള്ളത് കുറെ ഗൗരവത്തിൽ കാണുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ അത് സാമുദായിക നേതാക്കന്മാർ, പള്ളിയിലെ പുരോഹിതന്മാർ, അതുപോലെ തന്നെ അമ്പലത്തിലെ ശാന്തിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു നല്ലൊരു സഹായം ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് മാക്സിമം പ്രചരണ പ്രവർത്തനം കഴിഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷെ കുറെ കൂടി തീർച്ചയായും മറ്റ് പഞ്ചായത്തുകൾക്കടക്കം മാതൃകയാക്കാവുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ആളൂർ പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗതാഗതം, ഈ വഴിവിളക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ? ഗതാഗതം എല്ലാം, ഈ റോഡുകളെല്ലാം നല്ല സൗകര്യമുള്ള റോഡുകളാണോ? അത്തരത്തിൽ റോഡ് പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറുന്നുണ്ടോ എപ്പോഴെങ്കിലും? അധികം വൈകാതെ തന്നെ കൊമ്പടിയിലെ ട്രാഫിക് ജാം അത് ഒഴിവാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ്. വ്യാപാരികളുടെയും നല്ല സഹകരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം നടക്കാനായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ പഞ്ചായത്തിന് അനിവാര്യ ചുമതല എന്ന് നേരത്തെ മനസ്സിലാക്കി എല്ലാ പോസ്റ്റുകളിലും നമ്മള് LED ലൈറ്റുകൾ ഈ ഭരണസമിതി ആരംഭിച്ച വർഷം തന്നെ LED ലൈറ്റുകൾ ഇടാൻ സാധിച്ചു. അതൊക്കെ വളരെ ജനങ്ങൾക്ക് വലിയ സന്തോഷവും നന്നായിട്ട് പ്രകാശം നൽകുന്ന രീതിയിലേക്ക് ഗ്രാമപഞ്ചായത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരാതിയും ഇന്ന് വരെയും ഈ ആളൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലൈറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു പരാതി ഇതുവരെയും ആരും വിളിച്ച് പറയുന്നൊരവസ്ഥ ഉണ്ടായില്ല എന്നുള്ള സന്തോഷത്തോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാവിയിൽ എന്തൊക്കെ പരിപാടികളാണ്, എന്തൊക്കെ പദ്ധതികളാണ് ഇനി ആവിഷ്കരിക്കാൻ ഉള്ളത്? നിലവിൽ ഈ ഒരു വർഷം പൂർത്തീകരിച്ച ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം ഞങ്ങളുടെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ റെഡ്കോ, ഒരു അക്രഡിറ്റ് ഏജൻസി ആയിട്ടുള്ള റെഡ്കോ അതിന്റെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. 4 മാസം കഴിഞ്ഞാൽ അത് ഒരു ക്രിമിറ്റോറിയം സാക്ഷാത്കരിക്കപ്പെടും. ഒപ്പം തന്നെ ഞങ്ങളുടെ 3 പ്രധാനപ്പെട്ട കല്ലിറ്റിങ്കര, ആളൂര്, കൊമ്പിടിഞ്ഞാമക്കൽ 3 ടൗണുകൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൗണുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ജനകീയ സഹകരണത്തോടൊപ്പം തന്നെ പഞ്ചായത്തും മാക്സിമം പണം ചെലവഴിച്ചുകൊണ്ട് CCTV ക്യാമറകൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഈ മനോഹരമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ ഒക്കെ തുടങ്ങി വച്ചിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് അങ്ങാടികൾ മനോഹരമായിട്ടുള്ള അങ്ങാടികളാക്കി മാറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക തീരുമാനം. ഒപ്പം തന്നെ കാർഷിക മേഖലയാണ് ആളൂർ പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട്. അത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആളൂരിന്റെ ലേബലിൽ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ കാർഷിക മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തേക്ക് കയറ്റി അയക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് കൂടെ ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുട്ടികൾക്കുമായിട്ടുള്ള എന്തൊക്കെ പദ്ധതികളാണ് ഇതുവരെ ഒരുക്കിയിട്ടുള്ളത്? ഒരുപക്ഷെ എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്യമം ഞങ്ങൾ ഏറ്റെടുത്തിരുന്നു. അത് ഏറ്റവും നന്നായി നടപ്പാക്കാൻ കഴിഞ്ഞു. ഏകദേശം 10,000-ത്തിലധികം വരുന്ന കുട്ടികളെ നീന്തി പഠിപ്പിച്ച് ഞങ്ങൾ അവരെ ജലസാക്ഷരതയ്ക്ക് സാധ്യത കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു സർക്കാർ വിദ്യാലയം ഇല്ലാത്ത പഞ്ചായത്താണെങ്കിൽ പോലും എല്ലാ വിദ്യാലയത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോവിഡ് കാലഘട്ടത്തിൽ 205 സ്മാർട്ട് ഫോണുകൾ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോ ആളൂർ പഞ്ചായത്തിലാണ് NIPMR നിപ്മർ എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉള്ളത്. ആ ആശുപത്രിയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും ആളൂർ പഞ്ചായത്തിൽ വന്ന് ഈ ആശുപത്രിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആളൂര്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബത്തിനെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഗ്രാമപഞ്ചായത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോട് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ നിറവിലാണ് ഞങ്ങൾ ഇന്ന്. കാരണം രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഭിന്നശേഷി സമ്പൂർണ്ണ വയോജന സഹായ ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടും നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേര് ആളൂർ ഗ്രാമപഞ്ചായത്ത് ലഭിച്ചു എന്ന ദിവസം കൂടിയാണ് ഇന്ന് കേരള വിഷന്റെ ഈ അഭിമുഖത്തോടു കൂടി പറയാനായിട്ടുള്ളത്. അതിലും കേരള വിഷനും അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ തൃശൂർ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജുമാണ് നമ്മളോടൊപ്പം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം പങ്കുവച്ചത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്.